ഇന്ന് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഫാമേഴ്സ് മാർക്കറ്റിലാണ് കേട്ടോ പോകുന്നത് ബ്രിസ്ബെയിനിൽ. ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് ചൈനക്കാരാണ് കേട്ടോ. അവരുടെ ഒരു മാർക്കറ്റാണ്. പക്ഷേ ഇവിടെ നമുക്ക് ഒരുപാട് വിലക്കുറവിൽ നമുക്ക് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയിൽ കിട്ടാറുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലുള്ള കുറേയൊക്കെ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും കൂടുതലും എനിക്ക് അറിഞ്ഞുകൂടാത്ത കണ്ടിട്ടില്ലാത്ത ഒരുപാട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇവിടെ ഉണ്ട് കേട്ടോ. അത് കൂടുതലും വാങ്ങുന്നത് ചൈനീസ് കൊറിയൻ ആൾക്കാരൊക്കെ ഒരുപാട് വാങ്ങും. പിന്നെ ഇപ്പോൾ ഇവിടെ ചക്ക വന്നിട്ടുണ്ട്, പക്ഷേ നമ്മൾ വാങ്ങിയില്ല കാരണം അത് മുറിക്കാനുള്ള സംഭവങ്ങളൊന്നും കയ്യിലില്ല. ഇവിടെ നമ്മൾ തേങ്ങ വാങ്ങാറില്ല കേട്ടോ, കാരണം ഫ്രോസൺ തേങ്ങയാണ് കൂടുതൽ ലാഭമായിട്ട് തോന്നിയിട്ടുള്ളത്. ഇവിടെ ഭയങ്കര എക്സ്പെൻസീവാണ് നമ്മളിങ്ങനെ മുഴുവനായിട്ട് തേങ്ങ വാങ്ങുമ്പോൾ. പിന്നെ ഡ്രൈഡ് ആയിട്ടുള്ള കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മളതൊന്നും അധികം വാങ്ങാറില്ല, കാരണം ഒരു തവണയൊക്കെ വാങ്ങിച്ചെങ്കിലും എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അധികം ഇഷ്ടമായില്ല. അവിടെ നിന്ന് പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി ബില്ലടിക്കാൻ വേണ്ടി പോയപ്പോഴാണ് കേട്ടോ നാട്ടിൽ ഒട്ടിച്ചോക്കുപ്പായി ഇരിക്കുന്നതായിട്ട് നമ്മൾ അവിടെ നിന്ന് വൂളീസിലാണ് കേട്ടോ പോയത്. കുറച്ചധികം സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങാനുണ്ടായിരുന്നു. ഞാൻ കേക്കിൻ്റെ വലിയ ഫാനൊന്നും അല്ല കേട്ടോ, പക്ഷേ വല്ലപ്പോഴൊക്കെ ഒരു ചെറിയൊരെണ്ണം കിട്ടിയാൽ കൊള്ളാം. പിന്നെ ഇവിടെ ഈ ഓറഞ്ചും കാര്യങ്ങളൊക്കെ ഇതുപോലെ ബൾക്കിന് വാങ്ങുന്നതാണ് കേട്ടോ ലാഭം. ഇത് കണ്ടോ, ഇത് ആക്ച്വലി റോസ്റ്റ് ചിക്കനാണ്. ഇത് ഞാൻ ഒരു തവണ ട്രൈ ചെയ്ത് അതോടെ മതിയായി. പിന്നെ കുറച്ച് മലയിലേക്ക് ഉണ്ടോ നോക്കിയായിരുന്നു, പക്ഷേ പാഴ്സൽ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയാണ് ഇവിടെ ഒരു കറിവേപ്പില ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ 5 ഗ്രാമേ ഉള്ളൂ, പക്ഷേ നാട്ടിൽ 300 രൂപയായിരുന്നു. നമ്മുടെ വീട്ടിൽ പിന്നെ അതിൻ്റെ ചെടികളുകൊണ്ട് നമുക്കത് ആവശ്യം ഉണ്ടായിരുന്നില്ല, പക്ഷേ വേറെ ആരോ വന്ന് എടുത്തിട്ട് പോയേട്ടോ. പിന്നെ നമ്മൾ സാൽമൺ വാങ്ങിച്ചേട്ടോ. ഇത് ഫ്ലേവേർഡാണ്, നമ്മളിതിനു മുമ്പ് ട്രൈ ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് അല്ലറ ചില്ലറ ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ സാധനങ്ങളെല്ലാം ബില്ലൊക്കെ ചെയ്ത് തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോയി.